Hi friends, എല്ലാ കൂട്ടുകാർക്കും ടെക്ബിറ്റ് പ്രോജക്ട്സിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നാം പഠിച്ചുകൊണ്ടിരുന്നത് ഓർഡിനോ ലൂപ്പുകളെ കുറിച്ചായിരുന്നു. ഓർഡിനോ ലൂപ്പുകൾ കണ്ടിന്യൂസ് എക്സിക്യൂഷന് വേണ്ടി പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്താണ് ഒരു ജനറൽ ലൂപ്പിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൂപ്പ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, നെസ്റ്റഡ് ലൂപ്പ് ആൻഡ് ഇൻഫിനിറ്റ് ലൂപ്പ്. ഇതിൽ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് കഴിഞ്ഞ വീഡിയോകൾ കവർ ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഫോർ ലൂപ്പ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൂപ്പിനുള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഫോർ ലൂപ്പിൽ പ്രീ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ കൺട്രോൾ എക്സ്പ്രഷനെ ഇനിഷ്യലൈസ് ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും അതിൽ മാനിപ്പുലേഷൻസ് കൊണ്ടുവരുന്നതും എല്ലാം ഈ ലൂപ്പ് പാരാമീറ്റേഴ്സിനുള്ളിൽ തന്നെയായിരിക്കും. സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ലൂപ്പ് ബിഹേവിയറിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഡീബഗ് ചെയ്തെടുക്കാനും സ്റ്റേറ്റ്മെന്റ്സിനെ അല്ലെങ്കിൽ ബോഡി ഓഫ് ലൂപ്പിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ പ്രോസസ്സ് എന്ത് തന്നെയായാലും നമുക്ക് ഫോർ ലൂപ്പിനെ ഡീബഗ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. 3 എക്സ്പ്രഷനാണ് ഫോർ ലൂപ്പിന് ഉള്ളത്. ഒന്ന് ഇനിഷ്യലൈസേഷൻ, മറ്റൊന്ന് ചെക്കിംഗ് അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്കിംഗ്, തേർഡ് വൺ അതിൻ്റെ മാനിപ്പുലേഷൻ, അതായത് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ്. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിൻടാക്സ്. ഫോർ ഇനിഷ്യലൈസേഷൻ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. ഇതതിൻ്റെ എക്സിക്യൂഷൻ സീക്വൻസ് ആണ്. ഫോർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ സീക്വൻസ് ആണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കൗണ്ട് ഈസ് ഈക്വൽ ടു 2. ഇതാണ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ. കൗണ്ട് എന്നൊരു വേരിയബിളിനെ നമ്മൾ 2 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇതാണ് നമ്മുടെ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ചെക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് ട്രൂ ആണെങ്കിൽ, ഇത് കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇപ്പോൾ കൗണ്ടിന്റെ വാല്യൂ നമ്മൾ 2 ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. അപ്പോൾ ട്രൂ ആണ്. ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ആകും. ദെൻ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, അഗെയിൻ ചെക്ക് ചെയ്യും. ഇങ്ങനെയായിരിക്കും ട്രൂ എന്നുള്ളതിൻ്റെ എക്സിക്യൂഷൻ സീക്വൻസ് കടന്നു പോകുന്നത്. ഇനി എപ്പോഴെങ്കിലും ഫോൾസ് ആവുകയാണെങ്കിൽ, അതായത് 9ൽ കൂടുതൽ കൗണ്ടിൻ്റെ വാല്യൂ വന്നു കഴിയുമ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആകും. അങ്ങനെ ഫോൾസ് ആയി കഴിയുമ്പോൾ റെസ്റ്റ് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി റെസ്റ്റ് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ആകും. ഫോർ ലൂപ്പിനെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കണ്ടു നോക്കാം. വോയിഡ് സെറ്റപ്പിൽ പിൻ മോഡ് 9, ഔട്ട്പുട്ട്. നമ്മുടെ 9th പിന്നിന് നമ്മൾ ഔട്ട്പുട്ട് പിന്നാക്കി സെറ്റ് ചെയ്തു. ഇനി വോയിഡ് ലൂപ്പിനുള്ളിൽ നമ്മളൊരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഫോർ ഇൻഡ് i ഈക്വൽ ടു 0, അത് ഇനിഷ്യലൈസേഷൻ ആണ്. ദെൻ ഒരു സെമിക്കോളൻ. 3 എക്സ്പ്രഷനെയും നമ്മൾ സെമിക്കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. i ലെസ് ദാൻ 10, അത് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. i ലെസ് ദാൻ 10 ആണെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് 9, ഹൈ, ഡിലേ 1000. ഡിജിറ്റൽ റൈറ്റ് 9, ലോ, ഡിലേ 1000. 1 സെക്കൻഡ് ഗ്യാപ്പിൽ LED, നമ്മൾ 9th പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന LED ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. ഇത് എത്ര തവണ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അപ് ടു 10 വരെ, അപ് ടു 9 വരെ. i ഈക്വൽ ടു 0, i ലെസ് ദാൻ 10. ഈ കണ്ടീഷനിൽ മാത്രമേ LED ബ്ലിങ്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ 9th പിൻ ഹൈ ആവുകയോ ലോ ആവുകയോ ചെയ്യത്തുള്ളൂ. ഈക്വൽ ടു 10 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് വർക്ക് ചെയ്തില്ല. ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും കോഡ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.